റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏകദേശം 2 വർഷത്തോടടുക്കുന്നു. ഒരു സഹോദരൻ ധ്യാനത്തിന് വന്നപ്പോൾ കണ്ടിങ്ങനെ കണ്ണീരോടെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആളുടെ കാലൊരു വിഷയപ്പെട്ട് അടിപ്പെട്ടു, ചേർന്ന് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നടക്കാൻ അതൊക്കെ ആയി ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ ബോധ്യപ്പെട്ടത്. പ്രത്യേകിച്ച് താൻ ഒത്തിരി വിശ്വസിച്ച, താൻ സ്നേഹിച്ച പലരും ഈ സമയത്തില്ല. പുള്ളിക്ക് സൗഹൃദത്തിനൊക്കെയായിരുന്നു ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. പക്ഷേ സുഹൃത്തുക്കളോ അതേപോലെ പുള്ളി വിചാരിച്ച ആരും പുള്ളിയുടെ കഷ്ടകാലത്ത് കൂടെയില്ല. പുള്ളി കണ്ണീരോടെ പറഞ്ഞ കാര്യം, ഏകദേശം ഒരു 3 വർഷം മുമ്പ് ആൾ ഡിവോഴ്സായി. ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ഭാര്യ വിദേശത്താണ്. എന്നോട് പറഞ്ഞു അവളിപ്പോൾ വേറെ വിവാഹം കഴിച്ച് കാണും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിരുപാധികം ക്ഷമിക്കുക ഭാര്യയ്ക്ക് വേണ്ടി, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കാം ഭാര്യ പോയത്. അപ്പോൾ ആളെന്നോട് കണ്ണീരോടെ പറഞ്ഞു, ബ്രദറെ, എനിക്കെൻ്റെ മാതാപിതാക്കളെ വലിയ കാര്യം, പ്രത്യേകിച്ച് അമ്മ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് എന്ന് പറഞ്ഞു. എന്നാണെങ്കിലും ഈ സംഭവമൊക്കെ കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, ആൾ പോയി. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ സഹോദരി, ഈ വ്യക്തിയുടെ ഭാര്യ വേറൊരു കല്യാണത്തിനൊക്കെ ഒരുങ്ങി, മാനസികത്തിൽ ഒരുങ്ങി. ഇതേപോലെ തന്നെ മക്കളില്ലാത്ത ഡിവോഴ്സായുള്ള കല്യാണം നടക്കുന്നതിന് മുമ്പ് ഇതിനെ ഒരു തീരുമാനം എടുക്കണം. അതിനുവേണ്ടി ഈ സഹോദരി ധ്യാനിക്കാൻ വേണ്ടി കടന്നു വരിക. കറക്റ്റ് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വന്നു സംസാരിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, ദൈവത്തിന് തെറ്റ് പറ്റുമോ? ദൈവത്തിന് തെറ്റ് പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് തെറ്റ് പറ്റിയോ? ഞാനത് 2 മിനിറ്റ് മാത്രം പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വിട്ടു. നമ്മളൊരു ശരിക്കും എന്നെ അമ്പരപ്പിച്ച കാര്യം, കഴിഞ്ഞിടെ ആ മനുഷ്യൻ വിളിച്ചിട്ട് സംസാരിക്കുക. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ആളുടെ വാട്സപ്പിൽ ഇങ്ങനെ അവരുടെ ഫോട്ടോ, അന്ന് എൻ്റെ അടുത്ത് വന്ന ഈ സ്ത്രീയും ഈ മനുഷ്യൻ. ഞാൻ ചോദിച്ചു, ഇപ്പോൾ വാട്സപ്പിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാണ് എൻ്റെ അടുത്ത് നിന്ന് ഡിവോഴ്സായിപ്പോയ ഭാര്യ, അവൾ തിരിച്ചു വന്നു, ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി, എൻ്റെ വൈഫ് ഇപ്പം വീണ്ടും 2ാമത് പ്രഗ്നൻ്റാണ്. പറഞ്ഞു വന്നത് അവിചാരിതമായ 2 സാഹചര്യത്തിൽ കടന്നു വന്ന ഇത്രയും മാത്രമേ ആ സ്ത്രീയോട് ചോദിച്ചുള്ളൂ, ദൈവത്തിന് തെറ്റ് പറ്റുമോ? അതവരെ ഒത്തിരി ചിന്തിപ്പിച്ചു. വീണ്ടും ലീഗലി ഡിവോഴ്സായ മനുഷ്യനുമായിട്ട് ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി തീരുമാനിക്കാം. അതുപോലെ വേറെ ഒരു അനുഭവം, ഒരു മോന് വിദേശത്തേക്ക് പോകാൻ വേണ്ടി എല്ലാം റെഡിയായി, ജോലിയെല്ലാം റെഡിയായി, വിസ എല്ലാം വന്നു. ആ സമയത്ത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവന് കയറി പോകാൻ പറ്റുന്നില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, വചനം വായിക്കുന്നവൻ പിന്നീട് പ്രാർത്ഥന ഉപേക്ഷിച്ചു. ലോകത്തിന് മനുഷ്യൻ, അവന് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര അസ്വസ്ഥതയിലാണ്. എനിക്ക് ഒരു 2 മാസം കഴിയുമ്പോഴാണ് അവൻ വീണ്ടും വെളിയിലേക്ക് പോകാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 മാസം കഴിയുമ്പോൾ ഇവൻ്റെ ഫാദറിന് ആശുപത്രി കൊണ്ടുപോകുന്നു, ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാം. ഇവന് 5-8 മാസം അപ്പൻ്റെ കൂടെ നിന്നു, അപ്പനെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു, വീട്ടിൽ കൊണ്ടുപോകുന്നു. ഈ സമയത്താണ് ഇവൻ എന്നെ കാണുന്നത്. വരുമ്പോൾ ഇവന് വലിയൊരു സന്തോഷം. അന്ന് ഇവന് ലഭിച്ചേക്കാൾ നല്ലൊരു ജോലി വേറൊരു യൂറോപ്യൻ രാജ്യത്ത് റെഡിയായി. അവിടെ നിന്ന് ഇവനെ വീണ്ടും വിളിച്ചേക്കുക. ഞാനോട് ചോദിച്ചു, മോനെ, അന്ന് നിനക്ക് പോകാൻ സാധിക്കാത്തതിൻ്റെ അപ്പനെ നിനക്ക് ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊണ്ടുപോകാൻ പറ്റി, രണ്ടാമത് അതിലും നല്ലതല്ലേ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയത്? ഇവനിങ്ങനെ കരയുക. അവൻ പറഞ്ഞു, ഇതാണ് ബ്രദറെ, ദൈവത്തിൻ്റെ ഇത്ര സ്നേഹവും ദൈവത്തിന് ഇത്ര വലിയൊരു പദ്ധതി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. വചനം നമ്മളെ ഓർപ്പിക്കുക, അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് സംഭവിക്കുന്ന, അയ്യോ ദൈവം കൈവിട്ടിട്ടാ, പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടാ, എന്തെങ്കിലും വലിയ പ്രശ്നം കൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് സഹനങ്ങളാണ്. നമ്മൾ പല രീതിയിൽ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെയും സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ചെറിയ കാര്യത്തിന് പിന്നിലും ദൈവത്തിൻ്റെ വലിയ പദ്ധതി ഉണ്ടെന്നും, ഈ സഹനങ്ങളുടെയും വേദനകളുടെയും ഒക്കെ അപ്പുറം ഇതെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന, ഇതെല്ലാം നന്മയായിട്ട് മാറ്റുന്ന ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മൾക്ക് എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, അവിടെയാണ് നമ്മൾ ശരിയായ ആത്മീയരായിത്തീരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, വേദനയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈശോയെ, പലപ്പോഴും ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നായിട്ടുണ്ട്, പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ ദൈവം നിന്നിൽ നിന്ന് ഞാൻ അകന്നിട്ടുണ്ട്. അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെയും വേദനകളെയും കുറവുകളൊക്കെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. നിൻ്റെ കൃപ വേണം ഈശോയെ, നിൻ്റെ വലിയ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.